ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ഇടപെട്ടിട്ടില്ലെന്നും എം.ആർ. അജിത് കുമാറിന്റെ വിശദീകരണം. അന്വേഷണം നടക്കുമ്പോൾ മുണ്ടക്കൈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വയനാട്ടിലായിരുന്നു. വിശദമായ മറുപടി നൽകുന്നതിന് അധിക സമയം അനുവദിക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യം പോലീസ് മേധാവി തള്ളി. റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച കേസിന്റെ അന്വേഷണ അട്ടിമറിയിൽ പങ്കില്ലെന്നാണ് ADGP എം.ആർ. അജിത് കുമാർ DGPക്ക് നൽകിയ വിശദീകരണം. മുണ്ടക്കൈ ചൂരൽമല രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വയനാട്ടിലായിരുന്നു ഈ സമയം. കേസ് അട്ടിമറിക്കുന്നതിനുള്ള യാതൊരു നീക്കവും തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്നും അജിത് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിലായിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ ഹാജരാക്കുന്നതിനാണ് അജിത് കുമാർ അധിക വിശദീകരണത്തിന് സമയം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇനിയും സമയം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് DGP. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. അജിത് കുമാറിന് പ്രമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ വൈകും. ഞങ്ങൾക്ക് എന്താ അജിത് കുമാറായിട്ട് ബന്ധം? ഞാനല്ലേ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിമർശിച്ച ആള്. നിയമവിരുദ്ധമായി ആരെന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ജോലി പോലീസിനില്ല. നിയമം പാലിക്കലാണ് പോലീസിന്റെ ചുമതല. അജിത് കുമാറിന്റെ വിശദീകരണം പരിശോധിച്ച് വൈകാതെ SITയുടെ റിപ്പോർട്ട് DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാവും DGP കൈമാറുക. ആഭ്യന്തര സെക്രട്ടറി കൈമാറുന്ന റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പാണ് നടപടി സ്വീകരിക്കുക. എം.ആർ. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം തടഞ്ഞുകൊണ്ടുള്ള നടപടി ഉറപ്പായിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.